ഇന്ന് നമ്മൾ കുറച്ച് പഴയ ഒരു വീഡിയോ കേട്ടോ കാണുന്നത്. ചിക്കു ജർമ്മനിക്ക് പോകുന്നതിന് മുമ്പേ വിസ അപ്പോയിൻമെന്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബാംഗ്ലൂർ പോയതിന്റെ വിശേഷങ്ങളും പിന്നെ വെറും 2 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഈവനിങ് സ്നാക്കിന്റെ റെസിപ്പിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്നാണ് ബാംഗ്ലൂർക്ക് പോകുന്നത്. ഞങ്ങൾ 3 പേര് കൂടിയാണ് പോകുന്നത്. അപ്പോൾ ചിക്കും സൈത്തേട്ടനും കൂടി കൊണ്ടുപോകാനായിട്ടുള്ള പ്രിന്റ് ഔട്ടും പിന്നെ ഫോട്ടോയും ഒക്കെ എടുത്തിട്ട് വന്നതാണ്. ശരിക്കും പറഞ്ഞാൽ ഫോട്ടോ ബയോമെട്രിക് ആണ് വേണ്ടത്. പിന്നെ ഇതും കൂടെ എടുത്ത് കയ്യിൽ വെച്ചോന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ തീരെ സമയമില്ല. ഇനിയിപ്പോൾ ഫുഡ് കഴിച്ച് രാത്രിത്തേക്കുള്ള ഡിന്നറും കൂടെ ഉണ്ടാക്കിയിട്ട് വേണം പോകാനായിട്ട്. അപ്പോൾ അതിനിടയ്ക്ക് കോർണറ്റോ ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിരിക്കുക കഴിക്കാനായിട്ട്. അപ്പോൾ ഞങ്ങൾ ലഞ്ച് കഴിച്ചു കഴിഞ്ഞു. ഞാൻ വേഗം കൊണ്ടുപോകാനായിട്ടുള്ള ഡിന്നർ ഉണ്ടാക്കുകയാണ്. ഇപ്പം ദോശക്കല്ലിലേക്ക് ബട്ടർ ആക്കിയിട്ടുണ്ട്. ബട്ടർ ഓയിലോ ഏതായാലും മതി. അതിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. 2 എണ്ണം വെച്ചാണ് ഉണ്ടാക്കുന്നത്. സാധാരണ ബുൾസൈ ഉണ്ടാക്കുന്ന പോലെ ഉപ്പ് വെതറി കൊടുക്കാം. കുരുമുളക് പൊടി വെതറിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ചില്ലി ഫ്ലേക്സ് വേണമെങ്കിൽ അതും കൂടെ ഇട്ട് കൊടുക്കാം. ഞാനിപ്പം ഒറിഗാനോ സീസണിങ് ആണ് ഇടുന്നത്. ഇതാണ് കേട്ടോ ഒറിഗാനോ സീസണിങ് ഞാൻ ഇടുന്നത്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. ഇത് ഒന്ന് ആയി കഴിയുമ്പം നമുക്ക് ഈ മുട്ടയുടെ മഞ്ഞ ഒന്ന് ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചു കൊടുക്കാം. ആദ്യമേ പൊട്ടിച്ചാൽ മഞ്ഞ അങ്ങ് നല്ല കട്ടിയായി പോവും. പൊട്ടിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ സാൻഡ്വിച്ചൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്കും മഞ്ഞ പൊട്ടി ഒലിക്കും. ഒരു ഹാഫ് കുക്ക് ആവാൻ വേണ്ടിയിട്ടാണ് പകുതിയാകുമ്പോൾ പൊട്ടിച്ചു കൊടുക്കുന്നത്. അത് മതി. ഒരുപാട് അങ്ങ് ആവേണ്ട ഒരു എണ്ണ എടുക്കാം. ആ സമയത്ത് തന്നെ നമുക്കൊരു 4 സ്ലൈസ് ബ്രെഡിലേക്ക് ടൊമാറ്റോ സോസ് ആക്കി കൊടുക്കുന്നുണ്ട്. 2 എണ്ണത്തിൽ സോസും 2 എണ്ണത്തിൽ മയോണൈസും ആണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റി ആയിരിക്കും. പിന്നെ കുറച്ചുകൂടെ റിച്ച് ആക്കണം എന്നുണ്ടെങ്കിൽ ബട്ടർ നമുക്ക് ഇതിൻ്റെ മുകളിൽ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ സോസ് ആക്കിയാലും മതി. ഇനി അതിൻ്റെ മുകളിലേക്ക് മുട്ട വെച്ച് കൊടുക്കാം. അതിൻ്റെ മുകളിൽ ഒരു ചീസിൻ്റെ സ്ലൈസ് വെക്കുന്നുണ്ട്. ഇനി ഒരു ബ്രെഡിൻ്റെ സ്ലൈസ് വെച്ച് അതങ്ങ് അടച്ചു വെച്ച് കൊടുക്കാം. അതേപോലെ തന്നെ അടുത്ത സെറ്റും ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാനിലേക്ക് തന്നെ കുറച്ചുകൂടെ ബട്ടർ ആക്കിയിട്ട് ബ്രെഡ് വെച്ച് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. ഒരുപാട് അങ്ങ് മൊരിഞ്ഞു പോകാതെ എടുക്കുകയാണ് നല്ലത്. കാരണം ഇത് നല്ലതുപോലെ മൊരിച്ചെടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് ചൂടോടെ കഴിക്കാനായിട്ട്. പക്ഷെ നമ്മളത് കൊണ്ടുപോയിട്ട് കഴിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് മൊരിക്കാതെയാണ് എടുക്കുന്നത്. ആ സൈഡായി കഴിയുമ്പം ഒന്ന് മറിച്ചിട്ട് കുറച്ച് ബട്ടറും കൂടെ ഒന്ന് ആക്കി കൊടുക്കാം. ചെറുതായിട്ടൊരു ബ്രൗൺ സ്പോട്ട് വരുമ്പം അതിങ്ങനെ എടുക്കാം. കട്ട് ചെയ്തിട്ട് പൊതിഞ്ഞ് വയ്ക്കാം. അതേപോലെ അടുത്ത സെറ്റും ആക്കിയെടുക്കട്ടെ. എല്ലാം റെഡി ആയിട്ടുണ്ട്. ഞാൻ അലൂമിനിയം ഫോയിൽ കൊണ്ട് പൊതിഞ്ഞ് എടുക്കുകയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാൻഡ്വിച്ച് ആട്ടോ. എളുപ്പത്തിൽ തയ്യാറാക്കാനും പറ്റും. വെറും 2 മിനിറ്റ് പോലും വേണ്ട ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. 4 സാൻഡ്വിച്ച് സൈത്തറിന് ഈ 2 സ്ലൈസ് വേണം. ഞങ്ങൾക്ക് 2 പേർക്കും അങ്ങനെ എടുക്കുകയാണ്. ഇനിയിപ്പം ഡ്രസ്സൊക്കെ മാറ്റി ഇറങ്ങട്ടെ. അതിൻ്റെ ഇടയ്ക്ക് 2 ആളും കൂടി എടുത്തുകൊണ്ട് വന്ന പ്രിൻ്റ് ഔട്ടും എല്ലാം എടുത്ത് അടുക്കി ഒതുക്കി വെക്കുകയാണ് കൊണ്ടുപോകാനായിട്ട്. ചിക്കു എല്ലാം പാക്ക് ചെയ്യുന്നുണ്ട് ഡ്രസ്സൊക്കെ. നമ്മളെവിടെയെങ്കിലും പോകാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചിക്കുവാണ് ബാഗ് റെഡിയാക്കുന്നത്. കാരണം നന്നായിട്ട് ഒതുക്കി വെക്കാൻ അറിയാം. ഇപ്പോൾ കോയമ്പത്തൂർ ഹോസ്റ്റലിൽ പോയതിൻ്റെ ഒരു ഗുണമാണത്. അല്ലെങ്കിൽ എപ്പോഴും സൈത്താടൻ തന്നെയായിരുന്നു ബാഗ് പാക്ക് ചെയ്യുന്നത്. ഇപ്പോൾ വണ്ടി വന്നു. ഞങ്ങൾ ബാഗെല്ലാം എടുത്ത് വെച്ച് നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാണ്. വൈകുന്നേരം 4 മണിക്കാണ് ട്രെയിൻ ഉള്ളത്. ഇപ്പോൾ ട്രെയിനിൽ കയറി ആരുമില്ല. ട്രെയിനിൽ വളരെ കുറച്ച് പേരേ ഉള്ളൂ. ഞങ്ങൾ ഇരിക്കുന്നത് നല്ല കാലി സീറ്റ്. നമ്മളിപ്പോൾ ട്രെയിനിലൊക്കെ കയറുന്ന സമയത്ത് നമുക്ക് ഇരിക്കാനായിട്ടുള്ള സീറ്റ് കാലിയായിട്ട് കാണുമ്പോൾ ഒരു സന്തോഷമല്ലേ. ചിക്കുവിന് സമയമില്ലാത്തതുകൊണ്ട് നെയിൽ പോളിഷും റിമൂവറും ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ചിക്കു IELTS പഠിപ്പിക്കാനായിട്ട് പോകുന്നുണ്ടല്ലോ. അപ്പോൾ രാവിലെ ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഒട്ടും സമയം കിട്ടിയില്ല. അപ്പോൾ ഇവിടെ വന്നിരുന്നിട്ടാണ് ഈ പരിപാടിയൊക്കെ ചെയ്യുന്നത്. വിസ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ട് എറണാകുളത്ത് നമുക്ക് വേണമെങ്കിൽ പോകട്ടെ. പക്ഷെ അവിടെ സ്ലോട്ട് ഉണ്ടായിരുന്നില്ല. കുറേ ദിവസം കഴിഞ്ഞിട്ട് അടുത്ത മാസത്തേക്കൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ ബാംഗ്ലൂർ തന്നെ ബുക്ക് ചെയ്തത്. ഞങ്ങൾ ഡിന്നറൊക്കെ കഴിച്ചു, കിടന്നുറങ്ങി. അപ്പോൾ നെക്സ്റ്റ് ഡേ ബാംഗ്ലൂർ എത്തി ഞങ്ങൾ ഇറങ്ങാണ്. നല്ല സുഖമായിട്ട് ഉറങ്ങി. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചു നേരെ റൂമിലേക്ക് പോവുകയാണ്. ഞാൻ ഇന്നല്ല കേട്ടോ ഇൻ്റർവ്യൂ ഉള്ളത്. ഇന്ന് സൺഡേ ആണ്. നാളെയാണ് വിസ ഇൻ്റർവ്യൂ ഉള്ളത്. ഞങ്ങൾ പിന്നെ ഒരു ദിവസം നേരത്തെ വന്നതാണ്. നാളെ വന്നാലും മതി. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ടൈമൊക്കെ അതിനനുസരിച്ച് എടുത്തിരുന്നാൽ മതി. അത് നമുക്ക് തന്നെ സെലക്ട് ചെയ്യാം ടൈമൊക്കെ. ഞങ്ങൾ റൂമിൽ കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് എടുത്ത് ഒന്ന് മയങ്ങി ഇനി ലഞ്ച് കഴിക്കാൻ പോവുകയാണ്. ഇവിടെ തൊട്ട് താഴെ തന്നെയാണ് പോകുന്നത്. മിഠായി മഹൽ എന്നാണ് റെസ്റ്റോറൻറ്റിൻ്റെ പേര്. ബേക്കറിയും റെസ്റ്റോറൻറ്റും ഒക്കെ കൂടെ ആയിട്ട് ആണ്. നല്ല ഫുഡായിരുന്നു കേട്ടോ. അതിന് ഞങ്ങൾ താമസിക്കുന്നതിൻ്റെ തൊട്ട് താഴെ തന്നെയാണ്. പക്ഷെ എല്ലാ ഐറ്റവും നല്ല ടേസ്റ്റിയാണ്. റീസണബിൾ റേറ്റ് വരുന്നത്. ഞങ്ങൾ വിചാരിച്ചു ഇവിടെ ബാംഗ്ലൂർ നല്ല റേറ്റ് ആയിരിക്കും. പക്ഷേ റേറ്റൊക്കെ റീസണബിൾ ആയിരുന്നില്ല. വെജ് റെസ്റ്റോറൻ്റ് ആണ്. ഇപ്പോൾ സമയം ശരിക്കും പറഞ്ഞാൽ 12 മണിയായി. പിസയും പനീർ ബട്ടർ മസാലയും നാനും ഒക്കെ വാങ്ങിച്ചു. നല്ല ടേസ്റ്റി ആയിരുന്നു. ഈ ഒരു റെസ്റ്റോറൻറ്റിനെ പറ്റി അറിയാവോ? മിഠായി മഹൽ. ബാംഗ്ലൂരൊക്കെ ഈ ഒരു ഏരിയയിലൊക്കെ ഉള്ളവർക്ക് അറിയായിരിക്കും. എന്തായാലും നല്ല ഫുഡായിരുന്നു. പിന്നെ അവിടെ കുറച്ച് സ്വീറ്റ്സ്, നല്ല വെറൈറ്റി സ്വീറ്റ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഓരോന്നൊക്കെ നോക്കി കുറച്ചൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ടേസ്റ്റ് നോക്കാമെന്ന് വിചാരിച്ചു. മധുരം ഞങ്ങൾ 3 പേരും മധുരം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട്
എവിടെ ചെന്നാലും സ്വീറ്റ്സ് കണ്ടാലൊന്ന് വാങ്ങിക്കും. നിങ്ങൾക്ക് ഇഷ്ടമാണോ സ്വീറ്റ്സ്? പിന്നെയും രണ്ടുപേരും കൂടി എല്ലാം ഒന്നും കൂടി ഉണ്ടോയെന്നൊക്കെ ഒന്ന് ഉറപ്പ് വരുത്തുകയാണ് നാളെ ഇൻ്റർവ്യൂവിന് പോകാനായിട്ട്. അവിടെ ചെന്നിട്ട് എന്തെങ്കിലും ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനേ പറ്റില്ല. അതാണ് ഒരു പ്രശ്നം. വന്നത് തന്നെ വെറുതെ ആയിപ്പോവും. പിന്നെ വേറൊരു സ്ലോട്ട് എടുത്തിട്ടൊക്കെ വരേണ്ടി വരും. എല്ലാം ഒതുക്കിയൊക്കെ വെച്ച് ഞങ്ങളൊന്ന് സന്ധ്യയ്ക്ക് പുറത്തോട്ട് ഇറങ്ങാണ്. സ്ഥലമൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചിട്ട്. ചിക്കു ഇട്ടേക്കുന്ന ഡ്രസ്സ് ഉണ്ടോ? ഇത് സൈറ്റാറിൻ്റെ ടീഷർട്ടാണ്. ചിക്കുവിന് എത്ര ഡ്രസ്സ് ഉണ്ടെങ്കിലും എവിടെയെങ്കിലും പോകാൻ നേരത്ത് അച്ഛൻ്റെ വാർഡ്രോബ് പോയി അതിനകത്തുനിന്ന് ഒരു ടീഷർട്ട് ഇട്ട് ഇറങ്ങിയാലേ അവൾക്ക് സമാധാനമുള്ളൂ. എന്താണെന്നറിയില്ല, വലിയ ലൂസായിട്ടുള്ള ഒരു ടീഷർട്ട് ഇട്ട് ഇറങ്ങും. ഇവിടെ ഏതെങ്കിലും പെമ്മക്കളുണ്ടോ അതുപോലെ? അതോ ചിക്കു മാത്രമാണോ ഇങ്ങനെ? അങ്ങനെ ഒന്ന് കറങ്ങി ഡിന്നർ കഴിക്കാൻ വേറൊരു റെസ്റ്റോറൻറ്റിൽ കയറി. പക്ഷെ അത് അത്ര പോരായിരുന്നു. നോൺ വെജ് തപ്പി വന്നതാ, പക്ഷേ പോരാ. അതിൽ നല്ലത് മിഠായി മഹലിലെ വെജ് തന്നെയായിരുന്നു. പിന്നെ ഞങ്ങൾ റൂമിൽ വന്ന് കുറച്ച് സമയം TV ഒക്കെ കണ്ടിരുന്ന് കിടന്നുറങ്ങി. രാവിലെ വിസ ഇൻ്റർവ്യൂവിന് പോകാനായിട്ട് റെഡി ആയിട്ടുണ്ട്. അടുത്ത് തന്നെയാണ്, എന്നാലും കുറച്ച് നേരത്തെ ഇറങ്ങുകയാണ്. പിന്നെ ഞങ്ങൾ പോയി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് നേരെ ഗോപാലൻ ഇന്നോവേഷൻ മോളിൽ വെച്ചിട്ടാണ് വിസയുടെ ഇൻ്റർവ്യൂ ഉള്ളത്. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പരിപാടിക്ക് ഇറങ്ങി പുറപ്പെടുന്നത്. ഇതുവരെയ്ക്കും ഒരു വിസ ഇൻ്റർവ്യൂ ഒന്നും അറ്റൻഡ് ചെയ്തിട്ടില്ല. ശരിക്കും ഭയങ്കര ബ്ലോക്കാണ് റോട്ടിൽ. 11 മണിക്കായിരുന്നു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നത്. നമ്മൾ ഫ്ലാറ്റിൽ നിന്ന് 9 മണിക്ക് ഇറങ്ങി. അരമണിക്കൂർ യാത്രയേ ഉള്ളൂ. പക്ഷെ എന്നാലും 9 മണിക്ക് തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പോലും സമയത്തെത്തിയില്ല. 1 മണിക്കൂർ പിന്നെയും ഡിലേ ആയി. പക്ഷെ നമ്മൾ കറക്റ്റ് സമയത്ത് തന്നെ എത്തി. എന്നാലും ഒരു ടെൻഷനായിരുന്നു. ഇതെന്ന് പറയുന്നത് ഒരു ഷോപ്പിംഗ് മോളൊന്നും അല്ല കേട്ടോ. നമ്മൾ ഫുഡ് കോർട്ടൊക്കെ ഉണ്ട് താഴെ. പക്ഷെ മുകളിലൊക്കെ പല കമ്പനികളുടെ ഓഫീസുകളൊക്കെയാണുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ ഇതിനൊരു സെക്ഷനുണ്ട്. വിസ അപ്പോയിൻമെൻറ്റിനൊരു സെക്ഷനായിട്ട് തിരിച്ചിട്ടുണ്ട്. താഴെയുണ്ട്, ഫസ്റ്റ് ഫ്ലോറിലും ഉണ്ട്, സെക്കൻഡ് ഫ്ലോറിലും ഉണ്ട്. ഇപ്പോൾ ഞങ്ങളിവിടെ വന്ന് വെയിറ്റ് ചെയ്യുകയാണ്. ചിക്കൂടി ഇരുന്ന് നോക്കുന്നുണ്ട് എന്തൊക്കെയായിരിക്കും വിസ ഇൻ്റർവ്യൂവിന് ചോദിക്കുന്നതിനെ കുറിച്ചുള്ളതൊക്കെ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ പഠിക്കുകയാണ്. അപ്പോൾ നമ്മൾ കൂടെ പോയവരൊന്നും അങ്ങോട്ടേക്ക് കയറ്റില്ല, ഒറ്റയ്ക്ക് തന്നെ കയറി പോകാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ പിന്നെ ചിക്കു അവിടെ തന്നെ ഞങ്ങൾ പുറത്ത് വെയിറ്റ് ചെയ്യായിരുന്നു. അങ്ങനെ ചിക്കു വിസ ഇൻ്റർവ്യൂവിന് കയറി. അപ്പോൾ വിസ ഇൻ്റർവ്യൂവിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ചിക്കുവിൻ്റെ ചാനലായിട്ടുള്ള കേൾസ് ഓഫ് ചിക്കുവിൽ ചിക്കു അപ്ലോഡ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല, അവൾക്ക് തന്നെ അറിയുള്ളൂ. ഒരുപാട് പേര് ആവശ്യപ്പെട്ട ഒരു കാര്യമായിരുന്നു അത്. ഇപ്പോൾ ദിവസവും ക്ലാസ് ഉള്ളതുകൊണ്ടാണ് ഈ വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് വൈകുന്നത്. അവിടെ നിന്ന് ഒരു ഫസ്റ്റ് വെരിഫിക്കേഷനൊക്കെ കഴിഞ്ഞ് മുകളിലോട്ട് പോകാൻ പറഞ്ഞു, ഫസ്റ്റ് ഫ്ലോറിലേക്ക്. പക്ഷെ കുറേ പേര് താഴെ നിൽക്കുന്നുണ്ട് കേട്ടോ. ചിക്കനോട് പക്ഷേ മുകളിലാണെന്ന് പറഞ്ഞ് ഇങ്ങോട്ടേക്ക് വിട്ടു. എന്താണെന്ന് സംഭവം ആൾക്ക് മനസ്സിലായില്ല. ശരിക്കും പറഞ്ഞാൽ ഇതൊരു VIP ലോഞ്ചായിരുന്നു. ഇതിൻ്റെ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു എക്സ്ട്രാ നമ്മൾ ഇതിന് പേ ചെയ്യേണ്ട ആവശ്യമൊക്കെ ഉണ്ട്. പക്ഷെ അവരത് പറഞ്ഞൊന്നുമില്ല. അത് പ്രീമിയം ലോഞ്ചെന്നോ അങ്ങനെയൊന്നും പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ക്യാഷ് വാങ്ങിക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെ കൂട്ടിയിട്ട് അവർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ വെയിറ്റ് ചെയ്യുന്നവർക്കായിട്ട് ഇവിടെ കളിക്കാനുള്ള ബില്ലിയാർഡ്സൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ഇവിടെ പുറത്ത് വെയിറ്റ് ചെയ്യായിരുന്നു. കുറേ സമയം കഴിഞ്ഞാൽ ചിക്കു പുറത്തേക്ക് വന്നത്. വിസ പോസ്റ്റലായിട്ട് വീട്ടിലേക്ക് വരും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രീമിയം വേണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നേ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ലഞ്ച് കഴിച്ചു. ചിക്കു ഫോർമൽ ഡ്രസ്സായിരുന്നല്ലോ, അപ്പോൾ അതൊന്ന് ജസ്റ്റ് ടോപ്പ് ഒന്ന് ചേഞ്ച് ചെയ്തു. അപ്പോൾ ഇന്നത്തെ ഈ ഒരു പരിപാടി, മെയിൻ പരിപാടി കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞങ്ങൾ ബാംഗ്ലൂർ വന്നതല്ലേ, ഇപ്പോൾ കുറച്ച് പർച്ചേസൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ച് നേരെ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ വന്നതാണ് കേട്ടോ. ബാംഗ്ലൂർ വന്നിട്ടൊന്നും കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ വന്നിട്ടില്ലെങ്കിൽ ശരിയാവില്ലല്ലോ. അത് നല്ല വിലക്കുറവുള്ള സ്ഥലമാണ് കേട്ടോ. പക്ഷേ ഇന്ന് അവധി ദിവസം, അതുകൊണ്ട് എല്ലാ ഷോപ്പുകളും ഒന്നും തുറന്നിട്ടില്ല. എന്നാലും ഞങ്ങൾ എല്ലായിടത്തും ഒന്ന് കയറി ഇറങ്ങുന്നുണ്ട്. ഡ്രസ്സൊന്നും വാങ്ങിച്ചില്ല കേട്ടോ. ഡ്രസ്സൊന്നും ഞങ്ങൾക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. നമുക്കിപ്പം അത്ര നല്ല ഒരു ഇതായിട്ടൊന്നും തോന്നിയിട്ടില്ല. പിന്നെ കുറേ ഓർണമെൻറ്റ്സിൻ്റെ ഒക്കെ കടകളുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഒത്തിരി അങ്ങ് റേറ്റ് കുറവൊന്നും അല്ല കേട്ടോ. കാരണം എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഇതൊക്കെ ബാർഗെയിൻ ചെയ്തൊക്കെ വാങ്ങിക്കേണ്ടതായിരിക്കും. പക്ഷെ എനിക്ക് ബാർഗെയിൻ ചെയ്യാൻ എന്തോ ഇഷ്ടമല്ല കേട്ടോ. നമ്മളിപ്പോൾ കടയിലൊക്കെ കയറുകയാണെന്നുണ്ടെങ്കിൽ അവരോട് ബാർഗെയിൻ ചെയ്യില്ല. അപ്പോൾ ഫുഡ് കഴിക്കാൻ കയറുകയാണെങ്കിലും ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ കയറിയാലൊന്നും അവർ ചോദിക്കുന്ന പൈസയല്ലേ നമ്മൾ കൊടുക്കുന്നത്. പക്ഷേ ഇതുപോലെ റോഡ് സൈഡിലൊക്കെ വെയിലും മഴയൊക്കെ കൊണ്ടുനിന്ന് സെയിലൊക്കെ നടത്തുന്നവർ എത്രമാത്രം ബുദ്ധിമുട്ടിയിട്ടായിരിക്കും ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ശരിക്കും അവരോട് അങ്ങനെ ബാർഗെയിൻ ചെയ്യരുതെന്നാണ് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത്. നിങ്ങളുടെ അഭിപ്രായം എന്താ? ഒരുപക്ഷെ ചിലർ വല്ലാതെയൊക്കെ വില കൂട്ടിയിടുന്നതായിരിക്കും. എന്നാലും റീസണബിൾ ആണെന്ന് തോന്നിയാൽ നമ്മൾ ബാർഗെയിൻ ചെയ്യാതിരിക്കുകയല്ലേ നല്ലത്. അതിൽ കുറേ അലഞ്ഞ് തിരിഞ്ഞ് നടന്ന് പിന്നെ ക്ഷീണിച്ച് അവിടെ ഇരിക്കുക. പിന്നെ ഊബറൊന്നും വിളിച്ചിട്ട് കിട്ടുന്നേ ഇല്ല. ഊബറിന് വെയിറ്റിംഗ് ആണ് ഇവിടെ.
ഡിന്നർ കഴിക്കാനായിട്ട് വന്നു. പൂരിയും സാൻഡ്വിച്ചും പിന്നെ ആലു പറാത്തയൊക്കെ വാങ്ങിച്ചു. നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ, പറയാതിരിക്കാൻ പറ്റില്ല. ഫുഡ് അടിപൊളിയായിരുന്നു. ഇനി നാളെയാണ് നമുക്ക് ട്രെയിൻ ഉള്ളത്. നാളെ വൈകുന്നേരമാണ് ട്രെയിൻ. അപ്പോൾ പിറ്റേ ദിവസം ഞങ്ങൾ ഒന്നുകൂടെ ഡെക്കാത്ലോണിൽ പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ നോക്കാമെന്ന് വിചാരിച്ചു. ചിക്കുവിന് ജർമ്മനിയിലേക്ക് പോകുമ്പോൾ കൊണ്ടുപോകാനായിട്ടുള്ള സാധനങ്ങൾ, ജാക്കറ്റും അങ്ങനത്തെ ഒക്കെ ഡെക്കാത്ലോണിൽ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ വന്നതാണ്. വിസ ഇൻ്റർവ്യൂ കഴിഞ്ഞതേ ഉള്ളൂ, കിട്ടിയിട്ട് പോലും ഇല്ല. അതിനു മുമ്പേ വന്ന് ജാക്കറ്റൊക്കെ വാങ്ങിച്ചു. ഇവിടെ സെൽഫ് ചെക്കൗട്ടാണ് കേട്ടോ. നമ്മൾ വാങ്ങിച്ച സാധനങ്ങളെല്ലാം ഒരു ബാസ്ക്കറ്റിലിട്ട് അങ്ങ് വെച്ചിരുന്നാൽ മതി. തന്നെ അതങ്ങ് ബാർകോഡൊക്കെ റീഡ് ചെയ്ത് ബില്ലൊക്കെ അടിച്ചു തരും. നമ്മൾ ഓൺലൈനായിട്ട് പേ ചെയ്യാം. ഇവിടെ ഇപ്പോൾ സ്റ്റാഫിൻ്റെ ആവശ്യം പോലും ഇല്ല. ഒറ്റ സ്റ്റാഫും ഇല്ല ഇവിടെ പേയ്മെൻറ്റ് ചെയ്യുന്നിടത്ത്. അത് ഞാൻ ആദ്യമായിട്ട് കാണാണ് അങ്ങനെ ഒരു പരിപാടി. ഇനി നമുക്ക് നേരെ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് പോകേണ്ടത്. വൈകുന്നേരമാണ് ട്രെയിൻ ഉള്ളത്. അപ്പോൾ കുറച്ച് സമയമുണ്ട്. അപ്പോൾ അതുകൊണ്ടൊന്ന് ലുലു മോളിലൊക്കെ ഒന്ന് കറങ്ങിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. ലുലു മോളിൻ്റെ അടുത്ത് തന്നെയാണ് റെയിൽവേ സ്റ്റേഷനിലുള്ളത്. അപ്പോൾ വിസ അപ്പോയിൻമെൻറ്റ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. വിസ കിട്ടിയിട്ട് കൂടി ഇല്ല. എങ്കിൽ പോലും ഒരു ടെൻഷനുണ്ട് ഉള്ളിൽ. ഇപ്പോൾ പോകാനുള്ളതിൻ്റെ ഒരു മേജർ സ്റ്റെപ്പല്ലേ നമ്മളിപ്പോൾ എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ചിക്കു അബ്രോഡ് പോവുകയാണെന്ന് എല്ലാവരോടും ഒക്കെ ഇങ്ങനെ പറഞ്ഞപ്പം പലരും പറഞ്ഞ ഒരു കാര്യമാണ്, ഒറ്റ കുട്ടിയല്ലേ, ഒറ്റ കുട്ടിയെ എങ്ങനെയാണ് പുറത്തു വിടാൻ കഴിയുന്നത് എന്നൊക്കെ. ശരിക്കും എനിക്ക് മനസ്സിലാവാത്ത ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു കുട്ടിയായാലും 2 കുട്ടിയായാലും 5 കുട്ടിയായാലും മക്കൾ നമ്മളടുത്തുനിന്ന് പോകുമ്പം ഉള്ള വേദന എന്ന് പറയുന്നത് ഒരുപോലെ തന്നെ ആയിരിക്കില്ലേ? എനിക്ക് അറിയാത്തതുകൊണ്ട് ചോദിക്കുകയാണ്. കാരണം എനിക്ക് ആകെ ഒരാളല്ലേ ഉള്ളൂ. എത്ര മക്കളുണ്ടെങ്കിലും മക്കളെല്ലാവരും ഒരുപോലെയല്ലേ? അവർ ഓരോരുത്തരും നമ്മളടുത്തുനിന്ന് പോകുമ്പോൾ ആ വിഷമം ഒരേപോലെ തന്നെ ആയിരിക്കില്ലേ? അപ്പോൾ ഒറ്റക്കുട്ടി ആയതുകൊണ്ട് എങ്ങനെ എവിടെയും വിടാതെ ഒതുക്കി നിർത്തണം എന്ന് അതിനോട് എനിക്ക് ഒട്ടും യോജിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത് നമ്മുടെ സ്വാർത്ഥതയല്ലേ? അതുകൊണ്ട് ഒറ്റക്കുട്ടികളുള്ള പാരൻസ് ഒരിക്കലും മക്കളെ പൊതിഞ്ഞ് സൂക്ഷിച്ച് വെക്കരുത്. മക്കൾ കൂടുതൽ ഇൻഡിപെൻഡൻ്റ് ആവാനായിട്ടുള്ള അവസരങ്ങൾ അവർക്ക് കൊടുക്കണമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം മുന്നോട്ടുള്ള ജീവിതത്തിൽ അവർക്ക് പല കാര്യങ്ങളും ഒറ്റയ്ക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. അതൊക്കെ അവർക്ക് സന്തോഷത്തോടെയും ധൈര്യത്തോടെയും ഒക്കെ ഹാൻഡിൽ ചെയ്യാൻ കഴിയണമെന്നുണ്ടെങ്കിൽ അവർ കൂടുതൽ ഇൻഡിപെൻഡൻ്റ് ആയേ പറ്റുള്ളൂ അല്ലേ? അതിനിപ്പം അബ്രോഡ് പോകണമെന്നൊന്നുമില്ല. എങ്ങനെയായാലും അവരുടെ ആഗ്രഹങ്ങൾക്ക് എതിരെ നിൽക്കരുത് എന്നുള്ളൊരു അഭിപ്രായമാണ് ഞങ്ങൾക്കുള്ളത്. അത് ഞങ്ങളുടെ മാത്രം അഭിപ്രായമാണ്. എല്ലാവർക്കും അങ്ങനെയാണോന്നറിയില്ല. എന്നായാലും മക്കളുമായിട്ട് ഇങ്ങനെ ഒരു സെപ്പറേഷൻ ഉണ്ടാകും. അത് ഇച്ചിരി നേരത്തെ ആയിപ്പോയി, അത്രയേ ഉള്ളൂ. മക്കൾ എവിടെയായാലും ഹാപ്പി ആയിട്ടിരിക്കട്ടെ എന്ന് ചിന്തിക്കാം, എന്ന് പ്രാർത്ഥിക്കാം അല്ലേ? അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.